പ്രേക്ഷകർക്ക് അറിയും പോലെ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് മറ്റന്നാൾ വിധിയെഴുതുക. കോയമ്പത്തൂരിൽ നിന്ന് എസ് ശ്യാംകുമാറും അതുപോലെ തേനിയിൽ നിന്ന് രാഹുൽ വിജയനും തത്സമയം ചേരുന്നു. ആദ്യം എസ് ശ്യാംകുമാറിലേക്ക്. ശ്യാംകുമാർ, ഗുഡ് മോർണിംഗ്. കോയമ്പത്തൂരിൽ കാര്യങ്ങളൊക്കെ എപ്പടി പറയൂ. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോയമ്പത്തൂരിൽ ഇന്ന് ഇലക്ഷൻ്റെ കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ടിലേക്ക് പോകുന്നതിൻ്റെ ആവേശമൊന്നും ഇവിടെ ആയിട്ടില്ല. പോസ്റ്ററുകളൊന്നും പൊതുവായിട്ട് കാണാനില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു ഇടങ്ങളും ബൂത്തുകളും ഒന്നും കാണാനില്ല. അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കോയമ്പത്തൂർ നമുക്ക് സമ്മാനിക്കുന്നത്. ഏതായാലും DMK-യും AIADMK-യും BJP-യും മുഖാമുഖം ഏറ്റുമുട്ടുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. CPIM-ൽ നിന്ന് DMK ഏറ്റെടുത്ത സീറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ മത്സരം നടക്കുന്നു. DMK-ക്ക് സ്വാധീനം ഉറപ്പിക്കാൻ വലിയ രീതിയിൽ കഴിയാത്തൊരു മേഖലയാണ് കോയമ്പത്തൂർ. അതുകൊണ്ട് തന്നെയാണ് DMK-യുടെ വലിയ പ്രതീക്ഷയായി ഈ മത്സരം മാറുന്നതും. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കലാശക്കൊട്ട് പല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കുമെന്നാണ് പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നത്. അത് ഓരോ മേഖല കേന്ദ്രീകരിച്ചുമായിരിക്കും ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും വലിയൊരു ആവേശമൊന്നും കലാശക്കൊട്ടിൻ്റേത് കാണാനില്ല. എന്തായാലും CPM-ൻ്റെ നിലവിൽ DMK-യുടെ ഭാഗമായ CPM-ൻ്റെ മണ്ഡലമാണ് DMK ഏറ്റെടുക്കുകയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ BJP-ക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. 31% വോട്ട് ബാങ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരും വലിയ പ്രതീക്ഷ വെക്കുന്നു. അണ്ണാമലയാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയാണ്. പ്രധാനമന്ത്രി 2 തവണ വന്നു പോയിരുന്നു. അതൊക്കെ അവർക്ക് അനുകൂല ഘടകമാകുമെന്ന് അവരും അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും കൊട്ടിക്കലാശം കളറാക്കാൻ തന്നെയാണ് എല്ലാ പാർട്ടികളുടെയും തീരുമാനം. ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചെറിയ പ്രകടനങ്ങളൊക്കെ ആരംഭിക്കുമെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. അതുവരെ ഇപ്പോൾ വളരെ സാധാരണ രീതിയിൽ തന്നെയാണ് ഈ നഗരം മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലക്ഷണവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഏതായാലും ഉച്ചയോടുകൂടി കാര്യങ്ങൾ വ്യത്യസ്തമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വലിയ പ്രതീക്ഷയിൽ പല ഭാഗത്തും പാർട്ടി പ്രവർത്തകർ പാർട്ടി ഓഫീസുകളിൽ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഒരു തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതിന് സൂചന പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഏതായാലും കൊട്ടിക്കലാശത്തോടെ ഈ കളറൊക്കെ മാറും. വൈകുന്നേരത്തോടുകൂടി ഉച്ചയോടുകൂടി വലിയ രീതിയിൽ പ്രവർത്തകരും ഒക്കെ റോഡിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും DMK വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു മേഖല. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK CPM-ൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കുന്നത്. ഏതായാലും വലിയ മത്സരം, ത്രികോണ മത്സരം തന്നെ നടക്കുന്ന മണ്ഡലത്തിൽ ഇന്ന് കൊട്ടിക്കലാശത്തോടുകൂടി അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഇനി നമ്മുടെ ശ്യാംകുമാറാണ് നമുക്കൊപ്പം കോയമ്പത്തൂരിൽ നിന്ന് ചേർന്നത്. ഇനി നമ്മുടെ ഇടുക്കിക്കപ്പുറം തൊട്ടപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ തേനി ജില്ലയിൽ നിന്ന് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. തേനി നിയോജക മണ്ഡലത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങളെന്നറിയാൻ രാഹുൽ വിജയൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. തേനിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നമ്മുടെ ഒരു മലയാളി സാന്നിധ്യം തേനിയിലുണ്ടോ? ഗുഡ് മോർണിംഗ്. മലയാളി സാന്നിധ്യമുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ കേരളീയരായിട്ടുള്ള കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ഥിരതാമസമായിട്ടുള്ള ആളുകളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി പോലെ തന്നെയാണ് ഈ തേനി മണ്ഡലം എന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇടുക്കി മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയും കടന്ന് എറണാകുളത്തിൻ്റെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേരുന്നതാണ്. ഇതും അതുപോലെ തന്നെയാണ്. തേനി ജില്ലയും കടന്ന് മധുര ജില്ലയിലെ 2 മണ്ഡലം കൂടി ഉൾപ്പെടുമ്പോഴാണ് ഈ തേനി പാർലമെൻറ്റ് മണ്ഡലം പൂർണ്ണമാവുക, അല്ലെങ്കിൽ അത് പാർലമെൻറ്റ് മണ്ഡലമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്യാംകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളമോ അല്ലെങ്കിൽ ഒരു ചൂടോ ഒന്നുമില്ല. പോസ്റ്ററുകളൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരു കവലയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു 3 സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് അല്ലെങ്കിൽ കുറേ പോസ്റ്റർ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അതൊന്നും ഇല്ല ഇവിടെ. ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്. അതിൽ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ അഭ്യർത്ഥനയും ഒക്കെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ. ആളുകൾക്ക് ഇതുപോലെ കുറച്ച് നോട്ടീസുകൾ കൊടുക്കും. അതിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ചിഹ്നവും ഒക്കെ പതിച്ച് അവരുടെ എന്താണ് വാഗ്ദാനം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുകയും ചെയ്യും. ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണെന്നുള്ളത്. ഒന്നാമത്തേത് AIADMK-യുടെ നാരായണസ്വാമി, അതുപോലെ തന്നെ DMK-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള DMK-യുടെ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ TTV ദിനകരൻ, അമ്മ മക്കൾ ഘടകം എന്ന കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇവർ 3 പേര് തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMK-ക്കാണ് ഇവിടെ ഒരു മുൻതൂക്കം എന്നുള്ള കാര്യം മുൻ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ മുന്നണിയാണ് ഇത്തവണ ഇവിടെ DMK മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കലാശക്കൊട്ടോ അത്തരമൊരു പരിപാടികളോ ഒന്നും ഈ ഭാഗങ്ങളിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇതൊരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്ര വലിയ ആഘോഷങ്ങളിലേക്കൊന്നും പോകില്ല. ആളുകളെ നേരിട്ട് വീട്ടിലൊക്കെ ചെന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മുന്നണികൾ പ്രധാനമായും ചെയ്യുക
എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ഈ കമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ അരിക്കൊമ്പൻ വന്ന് ഓടിക്കറങ്ങി ഒരാളെ ഇടിച്ചിട്ട് കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു സ്ഥലം കൂടിയാണ് ഈ കമ്പം എന്ന് പറയുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ 24 അറിയാം, നമ്മൾ മലയാളികളെ നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അത് പുറമേ കാണാനില്ലെങ്കിലും വോട്ട് ചെയ്യാൻ എല്ലാവരും തന്നെ പോകും. ഇതുപോലുള്ള നോട്ടീസുകളൊക്കെ കൊണ്ടു കൊടുത്ത് കൃത്യമായി വോട്ട് പെട്ടിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മുന്നണികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. താങ്ക് യു തേനിയിൽ നിന്നാണ് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേർന്ന്.